الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്വിശ്വാസികളെ വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. വിശുദ്ധ റമളാൻ നമ്മുടെ തൊട്ടരികിലെത്തിയിരിക്കുകയാണ്. ഒരു പക്ഷെ ഇന്ന് സൂര്യാസ്തമയം കഴിഞ്ഞാൽ നമ്മൾ റമളാനിലായിരിക്കാം, അല്ലെങ്കിൽ നാളെ നമ്മൾ റമളാനിലായിരിക്കാം. അത്രത്തോളം നമ്മുടെ അടുത്തേക്ക് റമളാൻ ചേർന്ന് നിൽക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് മറ്റിതര മാസങ്ങളിൽ നിന്ന് റമളാൻ ഒരു സെപ്പറേറ്റ് തന്നെയായിരിക്കണം. ഒരു വിശിഷ്ടവും വിശേഷപ്പെട്ടതുമായ ദിവസങ്ങളായിരിക്കണം റമളാനിലെ ദിവസങ്ങൾ. ഏറ്റവും നല്ല സുദിനങ്ങൾ വിശ്വാസി പണിയേണ്ടത് റമളാനിലായിരിക്കണം. അത്രത്തോളം ശ്രേഷ്ഠത അല്ലാഹു സുബ്ഹാനഹു തആല ആ മാസത്തിന് കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മാസത്തിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും ഉൾക്കൊണ്ട് ആ മാസത്തെ സ്വീകരിക്കാൻ നമുക്കാവണം. ആ മാസത്തിൻ്റെ ഫളായിലുകൾ, മഹത്വങ്ങൾ, അതിൻ്റെ ശറഫ്, ശ്രേഷ്ഠത, അത് മറന്നുകൊണ്ട് റമളാനിൽ ജീവിക്കാൻ ശ്രമിക്കരുത്. അതാണ് പറഞ്ഞത്, റമളാൻ മറ്റ് മാസങ്ങളിൽ നിന്ന് സവിശേഷമാണ്.
വിശ്വാസിയെ സംബന്ധിച്ച്, ആബിദിനെ സംബന്ധിച്ച്, ആരാധകനെ സംബന്ധിച്ച്. അതിലെ ഒന്നാമത്തെ കാര്യം, ജനങ്ങളെല്ലാം നോമ്പെടുക്കുന്നു, നമ്മളും നോമ്പെടുക്കുന്നു. ഈ ദുനിയാവിൽ ഓരോ റമളാനിലും നോമ്പെടുത്ത എല്ലാവർക്കും പ്രതിഫലം ലഭിക്കാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം. എല്ലാവർക്കും കൂടി അള്ളാഹു പ്രതിഫലം കൊടുക്കില്ല. അങ്ങനത്തെ നോമ്പ് എല്ലാവരും എടുക്കുന്നുമില്ല. പക്ഷെ നമ്മൾ എടുക്കണം. അതാണ് നമ്മളുടെ ചിന്തയുണ്ടാക്കേണ്ടത്. റമളാൻ ചിന്ത അതായിരിക്കണം. എൻ്റെ നോമ്പ് അള്ളാഹു സ്വീകരിക്കുന്നതാകണം. എൻ്റെ നോമ്പിനോടുള്ള ബഹുമാനം അള്ളാഹു സ്വീകരിക്കുന്നതാകണം. വിശുദ്ധ റമളാനെ ഞാൻ സ്വീകരിച്ചത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലായിരിക്കണം. ഇത് എനിക്ക് നിർബന്ധമാണ്. ഇങ്ങനെ ഓരോരുത്തരും അവനവന്റെ ജീവിതത്തെ റമളാനുമായി ബന്ധപ്പെടുത്തുക. എല്ലാവരിലേക്കും നമ്മൾ നോക്കേണ്ടതില്ല. അപ്പൊ നമ്മൾ നോമ്പെടുക്കുമ്പോൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നോമ്പ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത്. അങ്ങനെ കാലങ്ങളായി കുടുംബത്തൊക്കെ നോമ്പെടുക്കുന്നു, വീട്ടിൽ നോമ്പെടുക്കുന്നു, ജനിച്ചത് മുതൽ നോമ്പെടുക്കുന്ന കൾച്ചർ കണ്ടിട്ടാണ് വളർന്നത്. അതല്ല നമ്മുടെ നോമ്പ്. നമ്മുടെ നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ. ഇസ്ലാം പണിതിട്ടുള്ളത്, ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് 5 കാര്യങ്ങൾക്ക് മേലാണ്. ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് യഥാർത്ഥത്തിൽ അർഹനായിട്ട് മറ്റൊരാളില്ലെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന സാക്ഷ്യത്തിന്മേലാണ് ഒന്നാമത്തെ പണി. വ ഇഖാമിസ് സ്വലാ. രണ്ടാമത്തേത് പിന്നെ നമസ്കാരം നിലനിർത്തലാണ്. രണ്ടാമത്തെ പടവതാണ്. വ ഈതാഇസ് സക്കാഹ്. സക്കാത്ത് കൊടുക്കലാണ് മൂന്നാമത്തെ പടവ്. വൽ ഹജ്ജ്. അതുപോലെ ഹജ്ജ്. വസ്സൗമി റമളാൻ. റമളാനിലെ നോമ്പ്. ഈ ബോധത്തോടെ വേണം നോമ്പെടുക്കാൻ. ഇസ്ലാം കാര്യത്തിലെ പരമപ്രധാനമായ സംഗതി ഇതാണ്. നോമ്പിനെ പറ്റിയിട്ട് നമുക്കുണ്ടാവേണ്ട ഇൽമ്. അല്ലാതെ ആരോഗ്യത്തിന് വേണ്ടി നോമ്പെടുക്കുന്നവരുണ്ട്, മതസൗഹാർദ്ദത്തിന് വേണ്ടി നോമ്പെടുക്കുന്നവരുണ്ട്, വീട്ടിലെ പാരമ്പര്യം അതാണ്, നോമ്പെടുക്കലാണ്, അങ്ങനെ നോമ്പെടുക്കുന്നവരുണ്ട്, വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് നോമ്പെടുക്കുന്നവരുണ്ട്. നമ്മുടെ നോമ്പ് ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ. ഇസ്ലാം പണിത 5 കാര്യങ്ങളിലെ പരമപ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന നിലക്ക് നോമ്പിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണ് വിശ്വാസി ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ടാമത്തത്, നോമ്പിന് അല്ലാഹു സുബ്ഹാനഹു തആല നെയ്യത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട്. നെയ്യത്തില്ലാതെ നോമ്പില്ല. ഇനിയുള്ള 30 ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുക. അൻ ഹഫ്സ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ. ഉമ്മുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ മാതാവ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഹഫ്സ റളിയല്ലാഹു അൻഹ, അവർ പഠിപ്പിക്കുകയാണ്. അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിയിൽ നിന്ന് അവർ പഠിപ്പിക്കുകയാണ്. ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ ലം യുനയ്യത്തി സിയാം ഖബ്ലൽ ഫജ്ർ. ആരെങ്കിലും ഫജ്റിന് മുൻപ് നിയ്യത്ത് ചെയ്തിട്ടില്ലെങ്കിൽ, സുബ്ഹ് ബാങ്കിന് മുമ്പ് ആരെങ്കിലും നിയ്യത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഫല സിയാമ ലഹു, അവന് നോമ്പില്ല. ഇത് വളരെ പ്രാധാന്യത്തോടെ നോമ്പിന്റെ ദിനരാത്രങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം. നിയ്യത്ത് മനസ്സിലുണ്ടാവണം. നിയ്യത്ത് ചൊല്ലിപ്പറയുന്ന ഏർപ്പാടുണ്ട്, അത് റസൂലുള്ളാഹിയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. മറിച്ച് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ കരുതൽ എന്നാണ് അർത്ഥം. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ കരുതുക എന്നതാണ്. കരുതുക എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ചൊല്ലിപ്പറയലില്ലല്ലോ, മറിച്ച് മനസ്സിലുണ്ടാവുക. എപ്പോഴാണ് ഒരു മനുഷ്യന് നാളത്തെ നോമ്പ് ഞാൻ എടുക്കുന്നു എന്ന് പറയാ? രാത്രി മുതൽ സുബഹി വരെ അവന് പറയാം. ഒരു നോമ്പ് തുറന്നതിന് ശേഷം സുബഹി വരെ അവന് നെയ്യത്ത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ റബ്ബേ നാളത്തെ നോമ്പ് നിനക്ക് വേണ്ടി ഞാൻ എടുക്കുകയാണെന്ന് മനസ്സിൽ കരുതാ. നാവ് കൊണ്ട് പറയലില്ല. ഒരു ഘട്ടത്തിലും നാവ് കൊണ്ട് നെയ്യത്ത് ഉച്ചരിക്കുന്ന രീതി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ആകപ്പാടെ നമുക്ക് കാണാം, ഉംറയിൽ ഹജ്ജിൽ മാത്രമാണ് ലബ്ബൈക ലി ഉംറ എന്ന് പറയാ. ലബ്ബൈക, നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം പറഞ്ഞു എന്ന് പറഞ്ഞു. അതുപോലും നെയ്യത്തല്ല, മറിച്ച് അത് നെയ്യത്തിന് ശേഷമുള്ള ഉറപ്പിക്കലായിട്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. വേറെ ഒന്നിലും നാവ് കൊണ്ട് നെയ്യത്ത് ഉച്ചരിക്കുന്ന ഒരു സമ്പ്രദായം ഇല്ല.
നെയ്യത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നാവുകൊണ്ട് പറയുന്ന കാര്യമില്ല. നാവുകൊണ്ട് പറഞ്ഞാൽ കലാമെന്നാണ് പറയാം. നാവ് കൊണ്ട് ഒരു സാധനം പുറത്തേക്ക് വന്നാൽ അതിനെ കലാമെന്നാണ് പറയാം. നെയ്യത്ത് കാണാൻ പറ്റാത്ത സാധനമാണ്, അറിയാൻ പറ്റാത്ത സാധനമാണ്. വാക്കോ, വാക്ക് കേട്ടാൽ അറിയാം. വാക്കൊരാൾക്ക് കേട്ടാൽ എന്താണെന്നറിയാം. നെയ്യത്ത്, ഒരു മനുഷ്യന്റെ നെയ്യത്ത് റബ്ബിനല്ലാതെ അയാൾക്കുമല്ലാതെ പിന്നെ ഒരു ജീവിക്കും ഈ ലോകത്തും മനസ്സിലാവൂല. എന്നാ വാക്കോ, നമ്മൾ വാക്ക് പറഞ്ഞാൽ, നാവ് കൊണ്ട് പറഞ്ഞാൽ അത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന സാധനമാണ്. നെയ്യത്ത് അങ്ങനല്ല. ഈ വ്യക്തിക്കും റബ്ബിനും മാത്രമാണ് മനസ്സിന്റെ ഉദ്ദേശം എന്ത് എന്നറിയാം. അപ്പൊ നെയ്യത്തായി തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അത് നാവ് കൊണ്ട് ഉച്ചരിക്കേണ്ടതല്ല, മറിച്ച് അത് മനസ്സിൽ കരുതലാണ്. റബ്ബേ, നാളത്തെ നോമ്പ് ഞാൻ നിനക്ക് വേണ്ടി നോൽക്കുകയാണ്. ചില ആളുകൾ ചെയ്യാറുള്ള പതിവ് റമദാന് മൊത്തം നിയ്യത്ത് ചെയ്ത് വെക്കും. റമദാനിലെ 30 നോമ്പ് ഞാൻ നോൽക്കാണ്, നിയ്യത്ത് ചെയ്യാണ് എന്ന് ചില ആളുകൾ നിയ്യത്ത് ചെയ്യും. അതല്ല ശരിയായ നിയ്യത്ത്. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലം യുനയ്യത്തി സ്വയാമു ഖബ്ലൽ ഫജ്ർ, ഫജ്റിന് മുമ്പ് നിയ്യത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് എല്ലാ ദിവസവുമുള്ള ഒരു സമ്പ്രദായമാണ് എന്ന് മനസ്സിലാക്കാം. എല്ലാ ദിവസവും ഒരു നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ രാത്രിയിൽ അവൻ പ്രവേശിച്ചാൽ ആ രാത്രി മുതൽ സുബഹ് വരെ, ഫജ്റിന്റെ ബാങ്ക് കേൾക്കുന്നത് വരെ, ആ സമയം വരെ അവന് നിയ്യത്ത് ചെയ്യാം. ആ സമയം കഴിഞ്ഞിട്ട് അവൻ നിയ്യത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അവന് ഫലാ സിയാമ ലഹു. ഇത് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം ഇതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് ഒരു വിശ്വാസി നോമ്പെടുക്കേണ്ടത്? ഒരു വിശ്വാസി നോമ്പെടുക്കേണ്ടത് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കാണ്. മൻ സോമ റമളാന ഈമാനൻ വഹ്തിസാബൻ, മൻ സോമ റമളാൻ, ആരെങ്കിലും റമളാനിൽ നോമ്പ് നോറ്റാൽ, എങ്ങനെ? ഈമാനൻ, ഈമാനോടുകൂടി, ഉറച്ച ഈമാനോടുകൂടി, ഉറച്ച ഈമാനോടുകൂടി ആരെങ്കിലും നോമ്പ് നോറ്റാൽ, വഹ്തിസാബൻ, ഈമാന് മാത്രം പോരാ, വഹ്തിസാബൻ, ഇഹ്തിസാബ് കൂടി വേണം. എന്താ ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ? ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ അവന് അടങ്ങാത്ത പ്രതിഫല ആഗ്രഹമുണ്ടാവുക, പ്രതിഫലം കിട്ടാൻ, കൂലി കിട്ടാൻ, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കാൻ അടങ്ങാത്ത മോഹമുണ്ടാവുക. ആ മോഹവും ഈമാനും ചേർന്നുകൊണ്ട് ആരെങ്കിലും നോമ്പ് റമളാനിൽ നോറ്റാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻ കഴിഞ്ഞ എല്ലാ പാപം അല്ലാഹു അങ്ങോട്ട് പുറത്തു. ആദ്യത്തെ നോമ്പിനെ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്ത സകല പാപവും പുറത്ത് പരിശുദ്ധനായിട്ട് മലക്കേള പോലെ നമുക്കിരിക്കാം. മനുഷ്യനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് വിശദീകരിക്കാൻ പണ്ഡിതന്മാർ പറഞ്ഞതല്ലോ, മനുഷ്യൻ മലക്കുകളെക്കാൾ ഉന്നതനാകാൻ കഴിയും. മനുഷ്യനാണോ മലക്കാണോ ജിന്നാണോ ശ്രേഷ്ഠ സൃഷ്ടി എന്ന പഠനത്തിൽ ഉലമാക്കൾ മുഴുവൻ യോജിച്ചത് മനുഷ്യൻ അവൻ മലക്കിനേക്കാൾ ശ്രേഷ്ഠനാകാനും കഴിയും, ജിന്നിനേക്കാൾ മോശപ്പെട്ടവനാകാനും കഴിയും. ഇതാണ് മനുഷ്യന്റെ സ്ഥാനം. ഒന്നാമത്തെ നോമ്പ് ഇന്നാണ് മാസം കണ്ടതെങ്കിൽ ആ മഗ്രിബിന് പള്ളിയിലേക്ക് ഒരു 5 മിനിറ്റ് മഗ്രിബിന് മുമ്പ് പള്ളിയിലേക്ക് വന്ന് കയറിയിരിക്കുക. എന്നിട്ട് പടച്ചനോട് ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കുക. ഇന്നാണ് റമളാൻ വരുന്നതെങ്കിൽ ശഅബാൻ പോകുമ്പോ, റമളാൻ വരുമ്പോ അവൻ എന്തെടുക്കുകയായിരുന്നു? ഉണ്ടാവും പരലോകത്ത്. അവൻ ആ സമയം അവനൊന്നൊരു വെളിവില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയിപ്പിക്കരുത്. മറിച്ച് എവിടെയാണോ വാഹനം ഓടിക്കാണോ എങ്കിൽ ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 2 മിനിറ്റ് വാഹനം ഒന്ന് ഒതുക്കിയിട്ടിട്ട് ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് ഒരുങ്ങ. വിശ്വാസി അങ്ങനെ ഒരുങ്ങണം. പള്ളിയിലിരുന്ന് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വിശ്വാസി ഒരുങ്ങണം. അങ്ങനെ ഒരുങ്ങിയിട്ട് ആദ്യത്തെ നോമ്പ് ഈമാനോട് കൂടി നിങ്ങൾ എടുത്താൽ, ഇഹ്തിസാബോട് കൂടി നമ്മൾ എടുത്താൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതുവരെ എന്റെ ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങൾ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ ദംബിൽ നിന്ന്, അവന്റെ പാപങ്ങളിൽ നിന്ന്, മാ തഖദ്ദമ, മുന്നിട്ടതൊക്കെ ഗുഫിറ ലഹു, അവൻ അല്ലാഹു പുറത്തു കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുക. ഒന്നാമത്തെ നോമ്പിൽ തന്നെ നമുക്ക് കിട്ടണം. ഒന്നാമത്തെ നോമ്പിൽ തന്നെ കിട്ടണം. അത് കിട്ടിയാൽ പിന്നീടുള്ള എല്ലാ നോമ്പുകളും
അള്ളാഹു അനുഗ്രഹിച്ചവരെടുത്ത് നോമ്പ് എടുക്കാൻ നമുക്ക് സാധിക്കും. ഒന്നതിന് ഒരുങ്ങുക, അപാരമായ ആഗ്രഹം മനസ്സിലുണ്ടാവുക, അപാരമായ ഈമാനം മനസ്സിലുണ്ടാവുക. എന്താ ഇഹ്തിസാബ്, ഈമാന്, ഇതൊക്കെ നമ്മൾ വിചാരിച്ചാൽ ഉണ്ടാവുന്നതാണ്. ഒരു മനുഷ്യൻ അവൻ ഒരു ഏകാന്തനായി ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് അള്ളാഹുവിനെ പറ്റി ഓർക്കുക, പടച്ചവന്റെ പ്രതിഫലത്തെ പറ്റി ഓർക്കുക, നോമ്പ് എടുത്താൽ ലഭിക്കുന്ന അള്ളാഹുവിന്റെ ഔദാര്യത്തെ പറ്റി ഓർക്കുക. അവന്റെ മനസ്സിൽ അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള ചിന്ത നിറയും. ആ ചിന്തയിൽ തഖ്വ നിറയും. ആ തഖ്വ ഈമാനായി പരിവർത്തിക്കപ്പെടും. ആ ഈമാൻ ഇഹ്തിസാബിന്റെ അടങ്ങാത്ത പൂതിയായിട്ട്, പ്രതിഫലം ലഭിക്കാനുള്ള അടങ്ങാത്ത പൂതിയായിട്ട് മാറും. എന്നിട്ട് വേണം നോമ്പിന്. അതാണ് നോമ്പിന് ഒരുങ്ങണം എന്ന് പറയുന്നത്. നോമ്പിന് ഒരുങ്ങണം എന്ന് പറയുന്നത് അതുകൊണ്ട് വിശ്വാസികളെ നമ്മൾ ഒരുങ്ങുക, തയ്യാറാവുക. ഇതാണ് നോമ്പിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓരോ നോമ്പെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലെ ചിന്ത ഇതായിരിക്കണം. ഇനി നോമ്പിൽ പ്രവേശിച്ചാലോ നഷ്ടപ്പെടുന്ന നോമ്പുകളുടെ ഉടമകളായിട്ട് നമ്മൾ മാറാതിരിക്കുക. നഷ്ടപ്പെടുന്ന നോമ്പിന്റെ ഉടമകൾ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു പഠിപ്പിക്കുക. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, റുബ്ബ സ്വാഇമി ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ്. റുബ്ബ സ്വാഇം, എത്ര നോമ്പുകാരാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയാ, എത്രയോ നോമ്പുകാരാണ്, ലൈസ ലഹു, അവനില്ല, മിൻ സിയാമിഹി, അവന്റെ നോമ്പ് കൊണ്ടില്ല, ഇല്ലൽ ജൂഅ്, വിശപ്പല്ലാതെ വേറൊന്നുമില്ല. എത്രയോ നോമ്പുകാർ നോമ്പെടുത്തു, കിട്ടിയതെന്താ? വിശപ്പ് മാത്രം, പട്ടിണി മാത്രം, വേറെ ഒന്നുമില്ല. വറുബ്ബ ഖായിം, എത്രയോ നിസ്കാരക്കാരാണ്, ലൈസ ലഹു മിൻ ഖിയാമിഹി, അവന്റെ നൃത്തം കൊണ്ട് അഥവാ അവന്റെ നിസ്കാരം കൊണ്ട് ഇല്ല സഹർ, അവന് ക്ഷീണമല്ലാതെ, ഉറക്കച്ചടവല്ലാതെ എത്രയെത്ര രാത്രി നിസ്കാരക്കാരുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയാം, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണോനാ, റമളാനും അല്ലാത്ത ദിവസങ്ങളിൽ നോമ്പൊലിക്കണോനാ. പക്ഷെ അവന്റെ നോമ്പിന്റെ പ്രതിഫലം എന്താ? അള്ളാന്റെ അടുത്ത് ചെല്ലുമ്പോ ആ പട്ടിണി കിടന്നത് മിച്ചം. രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചു, അവന്റെ പ്രതിഫലം എന്താ? ഇല്ല സഹർ, രാത്രിയുടെ ഉറക്കച്ചടവ്, ക്ഷീണം, ആലസ്യം, അതല്ലാതെ വേറൊന്നും അവന്റെ നിസ്കാരം കൊണ്ട് അവന്റെ അക്കൗണ്ടിലേക്ക് എഴുതപ്പെട്ടില്ല. അങ്ങനത്തെ നോമ്പുകാരനും അങ്ങനത്തെ നിസ്കാരക്കാരനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു. ഏതാണ് ആ നിസ്കാരക്കാരൻ? ഏതാണ് ആ നോമ്പുകാരൻ? അബൂ ഹുറൈറയിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ നോമ്പുകാരനെ, നിസ്കാരക്കാരനെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, മൻ ലം യദഅ ഖൗല സൂർ വൽ അമലി ബിഹി, ആരെങ്കിലും അനാവശ്യമായിട്ടുള്ള വർത്തമാനം, അനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അത് ആരെങ്കിലും ഒഴിവാക്കുന്നില്ലയോ, ഫലൈസ ലില്ലാഹി ഹാജ്ജ ഫീ അൻ യദഅ തആമഹു വശറാബഹു, അവന്റെ ഭക്ഷണവും അവന്റെ വെള്ളവും ഉപേക്ഷിച്ച് നോമ്പെടുക്കുന്നത് അള്ളാഹുവിന് ഒരാവശ്യവുമില്ലാത്ത കാര്യമാണ്. പടച്ചവന് വേണ്ട ആ നോമ്പ്. നോമ്പുകാരൻ വാക്ക് നന്നാക്കണം, നോമ്പുകാരൻ നോട്ടം നന്നാക്കണം, നോമ്പുകാരൻ കേൾവി നന്നാക്കണം, നോമ്പുകാരൻ ചിന്ത നന്നാക്കണം, നോമ്പുകാരൻ ഇടപാട് നന്നാക്കണം. അത് നന്നാക്കാത്ത നോമ്പ്, അത് ശരിയാവാത്ത നോമ്പ്, ഫലൈസ ലില്ലാഹി ഹാജ്ജ, പടച്ചവനൊരു ആവശ്യമില്ല. റസൂല് പറയാ, അള്ളാഹുവിന് ഒരു ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ശ്രദ്ധിക്കേണ്ടത് എന്താ? നോമ്പ് പാഴായി പോകരുത്, നഷ്ട നോമ്പുകൾ നമുക്ക് വന്നു പോകരുത്. അതുകൊണ്ട് നമ്മൾ ഭക്ഷണമല്ല ഉപേക്ഷിക്കുന്നത്, വെള്ളമല്ല ഉപേക്ഷിക്കുന്നത്, മറിച്ച് നമ്മുടെ നോട്ടത്തിലെ തിന്മകൾ ഉപേക്ഷിക്കാൻ പോവുകയാണ്. നമ്മുടെ നാവിലെ തിന്മകൾ, സംസാരത്തിലെ തിന്മകൾ, പെരുമാറ്റത്തിലെ തിന്മകൾ, നമ്മുടെ കാഴ്ചയിലെ തിന്മകൾ, കേൾവിയിലെ തിന്മകൾ, ഇടപെടലുകളിലെ തിന്മകൾ, അതുകൂടി ഉപേക്ഷിക്കണം. അത് ഉപേക്ഷിക്കാതെ വെറുതെ വെള്ളം, ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് നോമ്പെടുത്തു എന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത് എന്നാണ് ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, ആരാ? സ്വഹാബിയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ? ഇദാ സുംത ഫൽയസും, ഇദാ സുംത, നീ നോമ്പെടുത്താൽ, നീ നോമ്പെടുക്കുമ്പോൾ ഫൽയസും, നോമ്പെടുക്കട്ടെ. ആര്? സമഉക, നിന്റെ കേൾവി നോമ്പെടുക്കട്ടെ, നിന്റെ കാത് നോമ്പെടുക്കട്ടെ. വബസറുക്, നിന്റെ കാഴ്ച, കണ്ണ് നോമ്പെടുക്കട്ടെ. വലിസാനുക്, നിന്റെ നാവ് നോമ്പെടുക്കട്ടെ. അനിൽ കദിബി വൽ മഹാരിം,
ഏതിൽ നിന്ന്? കളവിൽ നിന്നും ഹറാമുകളിൽ നിന്നും നിന്റെ കണ്ണും നാവും നിന്റെ കേൾവിയും നോമ്പെടുക്കട്ടെ. അതുപോലെ തന്നെ അയൽവാസിയെ നീ ഉപദ്രവിക്കുന്നത് നിർത്തട്ടെ. നിന്നിൽ നിന്ന് നിന്നോടൊപ്പം ജീവിക്കുന്നവർ, അയൽവാസിനെ പറഞ്ഞത് എന്തുകൊണ്ടാ? ആ അയൽവാസിക്ക് മാത്രമാണ് ഇത് ബാധകം അല്ല. അയൽവാസിനെ പറഞ്ഞത് ഒരു മനുഷ്യനിൽ നിന്ന് കൂടുതൽ ഷർറ് അനുഭവപ്പെടാൻ സാധ്യത അയൽവാസിക്കാണ്. അയൽവാസി മാത്രമല്ല, മുഴുവൻ മനുഷ്യനും ഈ റമദാനിൽ എന്നെ കൊണ്ട് മനസ്സ് വേദനിക്കില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് പറ്റുമോ? അവിടാണ് നമ്മളെ നോമ്പ് ആരംഭിക്കുക. മുഴുവൻ വെള്ളവും ഞാൻ കുടിക്കൂല എന്ന് തീരുമാനിക്കുക, മുഴുവൻ ഭക്ഷണവും ഞാൻ കഴിക്കൂല എന്ന് തീരുമാനിക്കുക. അതല്ല തീരുമാനിക്കേണ്ടത്. ഈ റമദാനിൽ എന്റെ ചുറ്റും ജീവിക്കുന്നവർ, എന്റെ ഭാര്യയാകട്ടെ, എന്റെ മക്കളാകട്ടെ, എന്റെ സഹപ്രവർത്തകരാകട്ടെ, എന്റെ അയൽവാസികളാകട്ടെ, എന്റെ കുടുംബക്കാരാകട്ടെ, ഒരാളും എന്നെ കൊണ്ട് വേദനിക്കൂല. അങ്ങനെ നോമ്പെടുക്കാൻ നമുക്ക് പറ്റുമോ? അതാണ് നോമ്പ്. അങ്ങനെ നോമ്പെടുക്കട്ടെ. വൽയകുൻ അലൈക വഖാറും വസഖീനത്തും യൗമ സൗമിക്. നിന്റെ നോമ്പിന്റെ സമയത്ത് നിനക്ക് ഗാംഭീര്യമുണ്ടാകണം, ശാന്തതയുണ്ടാകണം. എന്താ ഗാംഭീര്യം? നിന്നെ പഴപ്പിക്കാൻ ആൾക്കാർക്ക് പറ്റരുത്. നിന്നെ ആവശ്യമില്ലാത്തവർക്ക് കേൾപ്പിക്കാനും കാണിക്കാനും അനുഭവിപ്പിക്കാനും രസിപ്പിക്കാനും നോമ്പിന്റെ ദിനരാത്രങ്ങളിൽ ആളുകൾക്ക് നിന്നെ സ്വാധീനിക്കാൻ പറ്റരുത്. ഗാംഭീര്യം ഉണ്ടാകണം, വഖാറത്തുണ്ടാവണം. ഇനി വഖാറത്ത് മാത്രമാണോ? ശക്കീനത്തുണ്ടാകണം, ശാന്തതയുണ്ടാകണം. ആളുകൾക്ക് നിന്റെ അടുത്തേക്ക് വരാൻ പറ്റണം, നിന്നോട് സംസാരിക്കാൻ പറ്റണം, നിന്നോട് പിണങ്ങാൻ പറ്റണം, നിന്നോട് ഇണങ്ങാൻ പറ്റണം, നിന്നോട് ഇടപാട് നടത്താൻ പറ്റണം. നീ ശാന്തനായിരിക്കണം. നിനക്ക് ഗാംഭീര്യം ഉണ്ടാവണം, നിനക്ക് ശാന്തത ഉണ്ടാകണം. ഗാംഭീര്യം എന്തിനാ? അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിലേക്ക് ആളുകൾ വിളിക്കാൻ നിന്നെ തോന്നരുത്. നിന്നവിടേക്ക് വിളിക്കാൻ, നിന്നവിടേക്ക് ആസ്വദിക്കാൻ, ക്ഷണിക്കാൻ അവന് തോന്നരുത്. അവനൊരു പേടി ഉണ്ടാവണം. തിന്മയിലേക്ക് വിളിക്കുന്നവൻ നമ്മൾ ക്ഷണിക്കാൻ ഒരു പേടി ഉണ്ടാകണം. ശാന്തമായിക്കൊണ്ട് നന്മയിലേക്കുള്ള ആളുകൾക്ക് പ്രവേശിക്കാൻ നമുക്കിടയിൽ ഇടവും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഇങ്ങനെ ആയിരിക്കണം എന്റെ നോമ്പ്. പിന്നെയോ വലാ തജ്അൽ യൗമ സൗമിക് വയൗമ ഫിത്രിക് സവാഅൻ. നോമ്പില്ലാത്ത സമയവും നോമ്പുള്ള സമയവും ഒരുപോലെ ആക്കി കളയരുത്. നോമ്പിനൊരു പ്രത്യേകം ഒരുക്കുണ്ടാവണം. നോമ്പിന് ഒരു പ്രത്യേക ശാന്തതയുണ്ടാകണം. നോമ്പിന് ഒരു പ്രത്യേകമായിട്ടുള്ള തഖ്വയുണ്ടാകണം. അത് പ്രത്യേകം തന്നെയായിരിക്കണം. നോമ്പില്ലാത്ത സമയത്തും നോമ്പുള്ള സമയത്തും ഒരേപോലെ ആകരുത്. നോമ്പില്ലാത്തപ്പോ ഓതിയതിനേക്കാൾ അധികം സൂറത്തുകൾ ഈ മാസം പാരായണം ചെയ്യണം. നോമ്പില്ലാത്ത മാസം ചെയ്ത ദിക്റിനേക്കാൾ അധികമായിരിക്കണം ഈ മാസത്തെ ദിക്ർ. നോമ്പില്ലാത്ത മാസങ്ങളിൽ ചെയ്ത ദാനധർമ്മങ്ങളെക്കാൾ അധികമായിരിക്കണം ഈ മാസത്തെ റമളാനിലെ ദാനധർമ്മം. ഒരു കൊല്ലേ നമ്മൾ ദാനധർമ്മം നമ്മൾ അളക്കുമ്പോ മറ്റു മാസം മുന്താൻ പാടില്ല, റമളാൻ മുന്തിയിരിക്കണം. എന്ന് പറഞ്ഞാൽ മറ്റു മാസം ചെയ്തതിന്റെ ഇരട്ടി ചെയ്ത് വെച്ചോളണം റമളാനിൽ. അത് ദിക്റാകട്ടെ, സ്വലാത്താകട്ടെ, ഏത് മാസം കൂടുതൽ സ്വലാത്ത് ചൊല്ലിയത് അത് റമളാൻ തന്നെ ആവണം. മറ്റു മാസങ്ങളെക്കാൾ ഇരട്ടി ഉണ്ടാക്കി വെക്കണം എന്ന് പറഞ്ഞാൽ മറ്റു മാസങ്ങളിൽ കുറക്കണം എന്നല്ല, മറ്റു മാസങ്ങളെക്കാൾ ഇരട്ടിയാക്കണം റമളാനിൽ. അത് റമളാന്റെ ശ്രേഷ്ഠതയാണ്. റമളാനെ സ്വീകരിച്ചോ, ഇതാണ് മാനദണ്ഡം. നോക്കി, ഞാൻ റമളാനെ സ്വീകരിച്ചോ, റമളാനെ ഞാൻ ഏറ്റെടുത്തോ, റമളാൻ അള്ളാഹു എനിക്ക് നൽകിയിട്ട് ആ റമളാൻ ഞാൻ ഖുബൂലാക്കിയോ, എനിക്കറിയണോ, എനിക്കത് ടെസ്റ്റ് ചെയ്യണോ? നമുക്ക് പരലോകത്ത് ചെന്നാലേ അറിയാൻ പറ്റൂ. പൂർണ്ണമായി നമുക്കതറിയാൻ പറ്റും. എങ്ങനെ? അള്ളാഹ് പറയും, നീ റമളാനെ സ്വീകരിച്ചിട്ടോ, നീ സ്വീകരിച്ചവരുടെ കൂട്ടത്തിലാണെന്ന് പടച്ചോൻ പറയുമ്പോൾ അറിയൂ. പക്ഷെ നമുക്ക് തന്നെ അറിയാൻ പറ്റുന്ന, നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും അധികം ഞാൻ ഖുർആൻ പാരായണം ചെയ്തത് ഏത് മാസമാണ്, ഏറ്റവും അധികം ഞാൻ ദാനധർമ്മം ചെയ്തത്, ഏറ്റവും അധികം ഞാൻ ആളുകളോട് ക്ഷമിച്ചത്, ഏറ്റവും അധികം ഞാൻ ആളുകളോട് ഔദാര്യവാനായത് ഏത് മാസമാണ്, ഏറ്റവും അധികം എന്റെ സുന്നത്ത് നമസ്കാരങ്ങളെ ഞാൻ സൂക്ഷിച്ചത് ഏത് മാസമാണ്, ഏറ്റവും അധികം എന്റെ രാത്രി നമസ്കാരങ്ങൾക്ക് ദൈർഘ്യമുണ്ടായത് ഏത് മാസമാണ്. നമുക്ക് ടെസ്റ്റ് ചെയ്യാം. റമളാനാണോ? ആവണം. അതാണ് റമളാനെ പ്രത്യേകമായി സ്വീകരിച്ചവരാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി നമ്മളെ പഠിപ്പിച്ചതിന്റെ ഉദ്ദേശം. ഇനി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറയാ, അസ്വിയാമു ജുന്നത്തുൻ. നോമ്പ് ഒരു പരിചയാണ്, തിന്മകളിൽ നിന്ന് തടുക്കുന്ന പരിചയാണ് നോമ്പ്. ഫലാ യർഫുസ് വലാ യജ്ഹൽ. അതിൽ കൊണ്ട് നീ അനാവശ്യമായിട്ടുള്ള പ്രവൃത്തി, അവിവേകകരമായിട്ടുള്ള പ്രവൃത്തി, അതെല്ലാം മാറി നിൽക്കണം, ഒഴിഞ്ഞു നിൽക്കണം. വഇനിംറുഉൻ
ഖാതലഹു ഔ ശാതമഹു, ഒരു മനുഷ്യൻ നിന്നോട് ഇങ്ങോട്ട് ശണ്ട കൂടാൻ വന്നു, ഇങ്ങോട്ട് നിന്നോട് യുദ്ധം ചെയ്യാൻ വന്നു, ഇങ്ങോട്ട് പ്രശ്നമുണ്ടാക്കാൻ വന്നു, അപ്പൊ നീ എന്ത് ചെയ്യണം? ഫല്യഖുൽ ഇന്നി സ്വാഇമുൻ, നീ അവനോട് പറയണം ഞാൻ നോമ്പുകാരനാണ്, എനിക്ക് ഈ വക ഇടപാടിൽ നിൽക്കാൻ പറ്റില്ല. മറത്തൈനി 2 തവണ പറയണം. അതിനൊരർത്ഥമുണ്ട്. അങ്ങോട്ട് തടുത്തിട്ട് തീരാത്തത് തടുക്കാനുള്ള അനുവാദവുമുണ്ട്. അതല്ല, ഒഴിഞ്ഞു പോയാൽ തീരുന്നത് മുഴുവൻ ഒഴിഞ്ഞു മാറിയിട്ട് തീർക്കണം. അതാണ് റബ്ബ് വിശ്വാസിയിൽ നിന്ന് ഇഷ്ടപ്പെടുന്നത് എന്ന് അള്ളാഹുവിന്റെ ദൂതൻ നമ്മളെ പഠിപ്പിക്കുക. ഇങ്ങോട്ട് വന്നാലും പ്രശ്നങ്ങളുമായി ഫിത്നകളുമായി ആളുകൾ ഇങ്ങോട്ട് വന്നാലും ഇന്നി സ്വാഇമുൻ, ഞാൻ നോമ്പുകാരനാണ്, എനിക്ക് അരുതാത്തത് ചെയ്യാൻ പാടില്ല, അരുതാത്തതിൽ കൂടാൻ പാടില്ല, അരുതാത്തതിൽ ചേർന്ന് നിൽക്കാൻ പാടില്ല എന്ന് അങ്ങോട്ട് പറയണം, പഠിപ്പിക്കണം. മാറി നിൽക്കണം, ഒഴിഞ്ഞു നിൽക്കണം. ഇങ്ങനെ ആക്കാൻ പറ്റുമോ റമളാനെ? ഇത്രയെങ്കിലും ഞാൻ ഏറ്റവും ചുരുങ്ങിയതാ പറയുന്നത്. ഏറ്റവും ദൈർഘ്യമുള്ളതോ ഘനമുള്ളതോ ഏറ്റവും വലിയ തഖ്വയുടെ വഴിയോ ഒന്നുമല്ല പറയുന്നത്. ഏറ്റവും നിസ്സാരമായി ചെയ്യേണ്ട കാര്യം. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ റമളാനില്ല. ആരാത്ത പ്രശ്നം തുടങ്ങിയത്? നോമ്പെടുത്തവൻ. ആരാ പ്രശ്നങ്ങളെ മൂർച്ഛിച്ചവൻ? നോമ്പെടുത്തവൻ. വിഷയങ്ങളെ വഷളാക്കിയവൻ ആരാ? നോമ്പെടുത്തവൻ. പിന്നെ അവൻ എന്തിനാ നോമ്പെടുത്തത്? ഒഴിഞ്ഞു മാറിയവൻ ആരാ? നോമ്പെടുത്തവൻ. പ്രശ്നങ്ങളിൽ നിന്ന് പിൻവലിഞ്ഞവൻ ആരാ? നോമ്പെടുത്തവൻ. അങ്ങനെയാണാ വേണ്ടത്. ക്ഷമിച്ചവനാരാ? നോമ്പെടുത്തവൻ. പൊറുത്തവനാരാ? നോമ്പെടുത്തവൻ. അങ്ങനത്തെ നോമ്പുകാരനാകാൻ ഒരു ശ്രദ്ധ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, ഈ നോമ്പിന്റെ തലേ ദിവസം വരെ വിശ്വാസികളിൽ നിന്ന് ആരെങ്കിലുമായി നമ്മൾ വേർപെട്ട് നിൽക്കുകയാണെങ്കിൽ, വൈരാഗ്യം മൂലം, ശത്രുത മൂലം, വിദ്വേഷം മൂലം നമ്മുടെ കുടുംബത്തിലോ സഹപ്രവർത്തകരിലോ നമ്മുടെ അയൽവാസികളിലോ നമ്മുടെ മഹല്ലുവാസികളിലോ ആരുടെ കൂട്ടത്തിലാകട്ടെ നാം പിണങ്ങിയവരുണ്ടെങ്കിൽ ആ പിണക്കം തീർത്തോളണം. ദുരഭിമാനം അവിടെ പ്രശ്നമാകരുത്. അഭിമാന പ്രശ്നമായി അതിനെ എടുക്കരുത്. ഞാൻ പറയില്ല, അവനാണ് എന്നോട് അക്രമം ചെയ്തത്. വേണ്ട, നമ്മൾ പറയണം അള്ളാഹുവിന് വേണ്ടി. നമ്മൾ പറയണം, നമ്മൾ പൊരുത്തപ്പെടിക്കണം. രക്തബന്ധങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എന്റെ അമ്മാവനുമായി, എന്റെ ഭാര്യയുടെ ആങ്ങളയുമായി, എന്റെ കുഞ്ഞിപ്പയുമായി ഞാൻ മിണ്ടാറില്ല, സംസാരിക്കാറില്ല, ഞാൻ വിരുന്ന് വിളിക്കാറില്ല, ഞാൻ കൂടിച്ചേരാറില്ല. എന്നിട്ട് ഞാൻ നോമ്പെടുക്കാതിരിക്കുന്നു. രക്തബന്ധം മുറിച്ചവന്, കുടുംബബന്ധം മുറിച്ചവന് റമളാനെ സ്വീകരിക്കാനിരിക്കും. അവന്റെ റമളാൻ എന്തായിരിക്കും? അള്ളാഹു അവനിൽ നിന്ന് സ്വീകരിക്കോ? നമ്മൾ സ്വയം ആലോചിക്കൂ. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, കുടുംബബന്ധം മുറിച്ചവൻ ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പോണ പ്രശ്നമേ ഇല്ല. സ്വർഗത്തിൽ പോണ പ്രശ്നമേ ഇല്ല. നോമ്പുകാരനോ? അള്ളൊരാളിൽ നിന്ന് നോമ്പ് സ്വീകരിച്ചാലോ അവൻ സ്വർഗത്തിന്റെ വാതിൽ റയ്യാനിലൂടെ കടക്കും. നോമ്പുകാരന് വേണ്ടിയിട്ടുള്ള വാതിലാ സ്വർഗത്തിന്റെ. അതിലൂടെ നോമ്പുകാരൻ മാത്രമേ കടക്കൂ. നോമ്പുകാരൻ കടന്നാൽ ആ ഡോർ ക്ലോസ് ചെയ്യും. സ്വർഗത്തിലെ 8 കവാടങ്ങളിലെ ഒരു കവാടം ആർക്കാ? നോമ്പുകാരനെ. അല്ല നമ്മളിൽ നിന്നൊരു നോമ്പ് സ്വീകരിച്ചാൽ നമ്മൾ അതിലൂടെ കടക്കും. നമ്മൾ കുടുംബബന്ധം മുറിച്ചവനായി അല്ല നമ്മളിൽ നിന്ന് നോമ്പ് സ്വീകരിക്കുവോ? സ്വീകരിച്ച റയ്യാനിലൂടെ പോയി. അപ്പോഴോ ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കൂല. ആര്? ഖാതി, കുടുംബബന്ധം മുറിച്ചവൻ. എങ്ങനെ നമ്മളിൽ നോമ്പ് സ്വീകരിക്കും? അതുകൊണ്ട് വിശ്വാസികളെ, ഏതെങ്കിലും കുടുംബ ബന്ധങ്ങളിൽ ഒരു സ്ക്രാച്ച് ഉണ്ടെങ്കിൽ ഒരു ഫോൺ ചെയ്തിട്ട് എന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് തരണം. അത്ര പറഞ്ഞാൽ മതി. നമ്മളവിടെ പോയി അവരുടെ മുന്നിൽ ഇരിക്കണമെന്നോ അവരോട് പിന്നെ അവരുമായി കെട്ടിമറിയണമെന്നോ ഒന്നുമല്ല. ഒരു വാക്ക് എന്നോട് എന്തിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പുറത്തു തരണം എന്ന ഒറ്റ വാക്ക് അള്ളാഹുവിന് വേണ്ടി പറയാൻ നമുക്കിഷ്ടമില്ല. നമ്മൾ അഭിമാനം സമ്മതിക്കണില്ല, സത്യമാണ്. നമ്മൾ പറയാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അള്ളാഹ്ക്ക് വേണ്ടി ഒരു അമല് ചെയ്തല്ലോ, എനിക്കിഷ്ടമില്ലാതിരുന്നിട്ടും എന്റെ അഭിമാനം പണയപ്പെടുത്തിയിട്ടും എന്റെ ഈഗോ സമ്മതിക്കാത്ത അവസ്ഥയിലും എന്റെ റബ്ബിന് വേണ്ടി ഞാൻ ഇതാ മാപ്പ് പറഞ്ഞിരിക്കുന്നു, ഞാൻ പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിനേക്കാൾ വലിയ ഒരുക്കം എന്താണ് റമളാനിൽ?
അതിനേക്കാൾ വലിയ ഒരുക്കം എന്തൊരുക്കാണ് നമുക്ക് ചെയ്യാനുള്ളത്? അതുകൊണ്ട് വിശ്വാസികളെ, കുടുംബ ബന്ധങ്ങൾ, ആ കാര്യങ്ങൾ സൂക്ഷിക്കുക. ഒന്ന്. രണ്ടാമത്തത് നമസ്കാരം. നിസ്കരിക്കാത്ത നോമ്പെടുക്കുന്നില്ല. റമദാനിൽ നോമ്പെടുക്കുന്ന കുറെ ആളുകളെ കാണാം, നിസ്കാരത്തിൽ ശ്രദ്ധിക്കില്ല. നിസ്കാരത്തിൽ അവർ ശ്രദ്ധിക്കില്ല. മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമിൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ വലിയ ഒരു ചർച്ചയിൽ, നിസ്കാരം ഉപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു, താരീഖു സ്വലാത്ത് സൗമുഹു ലൈസ ബിസ്വഹീഹ്. നിസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ നോമ്പ് സ്വഹീഹാവൂല, സ്വീകാര്യമാവൂല. വലാ മഖ്ബൂലിൻ മിൻഹു ലിഅന്ന താരീഖു സ്വലാത്ത് കാഫിറുൻ മുർത്തദ്ദുൻ. കാരണം നിസ്കരിക്കാത്തവൻ കാഫിറും മുർത്തദ്ദുമാണ്. പിന്നെ അവനിൽ നിന്ന് നോമ്പെടുത്താൽ ആ നോമ്പ് സ്വീകരിക്കൂല. നിസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിച്ച് നടക്കുന്നവൻ ആരാ? കാഫിറാണ്, മുർത്തദ്ദാണ്. അവൻ അർത്ഥത്തിൽ നമുക്ക് തിന്നാൻ പറ്റില്ല. അവന്റെ മകളെ നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കാനുള്ള വിലായത്ത്, അധികാരം അവനില്ല. വേറെ ആള് വേണം ആ പെൺകുട്ടിയെ നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കാൻ, നിസ്കരിക്കാത്തവന്റെ. അപ്പൊ അതിന്റെ ഗൗരവം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവന്റെ നോമ്പും സ്വീകാര്യമല്ല എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകാര്യമായി നോമ്പെടുക്കുന്ന വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على خاتم الأنبياء والمرسلين نبينا الحبيب محمد وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നോമ്പിന്റെ ദിനരാത്രങ്ങളിൽ നോമ്പെടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടാവും. അത്തരം ആളുകൾ നോമ്പനുഷ്ഠിച്ചാൽ അവരുടെ ആരോഗ്യം ക്ഷയിക്കുകയും അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്ന സ്ഥിതി വിശേഷമുണ്ടാകും. അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ധാരണ തഖ്വ എന്ന് പറഞ്ഞാൽ ഞെരുങ്ങിക്കൊണ്ട് നോമ്പെടുക്കലാണെന്നാണ്. നമ്മുടെ മനസ്സിന്റെ ഒരു ധാരണ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനാകണമെങ്കിൽ നോമ്പെടുത്തിട്ട് രോഗം വഷളായി പ്രയാസകരമായ അവസ്ഥ ഉണ്ടായാലും നോമ്പ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക, അതൊരു തഖ്വയാണ് എന്നാണ് നമ്മൾ വിചാരിച്ചത്. ഒരു പക്ഷേ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ ലഭിക്കാൻ വരെ അത് കാരണമായേക്കും. കാരണം അള്ളാഹു നമുക്കൊരു ഇളവ് തന്നിട്ട് ആ ഇളവ് നമ്മൾ എടുക്കുക എന്നത്, അതാണ് സൂക്ഷ്മത. ഇളവ് തന്നാൽ ആ ഇളവ് എടുക്കുക എന്നതാണ് സൂക്ഷ്മത. നോമ്പിനെ പറ്റി പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തുആമു മിസ്കീൻ. ഞെരുങ്ങിക്കൊണ്ട് നോമ്പെടുക്കാൻ പറ്റുന്ന ആളുകൾ എന്നുവെച്ചാൽ അവർ നോമ്പെടുത്താൽ നല്ല ബുദ്ധിമുട്ടാകും, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. ഞെരുങ്ങിയിട്ടല്ലാതെ അവർക്ക് നോമ്പ് വെക്കാൻ പറ്റൂല. അത്തരം ആളുകൾ എന്ത് ചെയ്താൽ മതി? ഫിദിയത്തുൻ തുആമു മിസ്കീൻ. ഒരു മിസ്കീന്റെ ഭക്ഷണം, ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ മതി. അള്ളാഹു പറഞ്ഞ ഇളവാ. ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും യാത്രക്കാരനോ രോഗിയോ ആയി കഴിഞ്ഞാൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖ്റ. മറ്റു ദിവസങ്ങളിൽ അവൻ നോമ്പ് നോറ്റ് വീട്ടട്ടെ. അപ്പൊ ഒരു രോഗി താൽക്കാലിക രോഗിയാണ്, അവൻ രോഗം മാറിയാൽ നോമ്പ് വീട്ടണം. ഒരു യാത്രക്കാരൻ യാത്രയിൽ നോമ്പ് ഉപേക്ഷിക്കാം, നോമ്പെടുക്കാം. ഉത്തമം ഉപേക്ഷിക്കലാണ്. ഇനി അവന് കിളവുണ്ട്, വേണമെങ്കിൽ നോമ്പെടുക്കാം. അങ്ങനെ യാത്രക്കാരൻ നോമ്പെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖ്റ. മറ്റു ദിവസങ്ങളിൽ ആ എണ്ണം പൂർത്തിയാക്കണം, നോമ്പെടുക്കണം. വഅലല്ലദീന യുതീഖൂനഹു. എന്നാൽ ഞെരുങ്ങിക്കൊണ്ടേ നോമ്പെടുക്കാൻ പറ്റുന്ന അവസ്ഥ ആരാണത്? വൃദ്ധന്മാരായിട്ടുള്ള ആളുകൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, വൃദ്ധന്മാരായ ആളുകൾ. പിന്നെയോ മാറാത്ത രോഗമുള്ളവർ, നിത്യരോഗികൾ. അങ്ങനത്തെ ആളുകളാണ് ഏതിൽ പെടുക? വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തുആമു മിസ്കീൻ. അവൻ എന്ത് ചെയ്യട്ടെ? തുആമു മിസ്കീൻ, ഒരു മിസ്കീന്റെ തുആമ് ഫിദിയായിട്ട് കൊടുക്കട്ടെ. വമൻ തതവഅ ഖൈറൻ ഫഹുവ ഖൈറുൻ ലഹും. ആരെങ്കിലും നന്മയിൽ അനുസരിച്ചാൽ അവന് ഏറ്റവും ഖൈർ അവനുണ്ട്. വഅൻ തസൂമു ഖൈറുൻ ലക്കും. നോമ്പെടുക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ നല്ലത്. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ. നോമ്പെടുക്കാൻ സാധിക്കുമെങ്കിൽ നോമ്പെടുക്കലാണ്, ഒരു നഷ്ടപ്പെട്ട നോമ്പിന് പകരം നോമ്പെടുക്കലാണ് നല്ലത്. അത് സാധിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ
അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് ഒരു മിസ്കീന്റെ ഭക്ഷണം കൊടുക്കാം. അതിൽ വൃദ്ധൻ പെട്ടു, പിന്നെ ആര് പെട്ടു? നിത്യരോഗിയായിട്ടുള്ള ഒരുത്തൻ പെട്ടു. നിത്യരോഗിയാണെങ്കിലും നോമ്പെടുക്കാൻ പറ്റും. നോമ്പ് കൊണ്ട് അവന്റെ രോഗം വഷളാവില്ലെങ്കിൽ അവന് നോമ്പെടുക്കലാണ് ഉത്തമം. നോമ്പെടുത്താൽ രോഗം വഷളാകുന്ന നിത്യരോഗിയായിട്ടുള്ള ഒരുത്തൻ, അവന് ഇളവുണ്ട്. അവന് സാധുവിന്റെ ഭക്ഷണം കൊടുത്താൽ മതി. അവന് മാത്രമല്ല, ഗർഭിണികൾക്കും ഇളവുണ്ട്, മുലയൂട്ടുന്ന സ്ത്രീകൾക്കും ഇളവുണ്ട്. റവാഹു ദാറഖുത്നി ഫീ സുനനിഹി. ഇമാം ദാറഖുത്നി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ചു. അൻ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിച്ചു. ഇബ്നു ഉമർ അള്ളാഹു ഉദ്ധരിച്ചു. ഖാൽ, അവർ പറഞ്ഞു, അൽ ഹാമിലു വൽ മുർളിഉ. ഹാമിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഗർഭിണി, ഗർഭം ചുമക്കുന്നവർ. വൽ മുർളിഉ, ഇർളാ എന്ന് പറഞ്ഞാൽ മുലയൂട്ടുന്നവർ. മുർളി ആയിട്ടുള്ളവളും ഹാമിലായിട്ടുള്ളവളും ഗർഭിണിയായിട്ടുള്ളവളും മുലയൂട്ടുന്നവളും എന്ത് ചെയ്താൽ മതി? തുഫ്തിറു, അവൾ നോമ്പെടുക്കുന്നില്ല. വല തഖ്ളീ, അവൾ എന്ത് ചെയ്യുന്നില്ല? ഖളാ വീട്ടുന്നുമില്ല. എന്ന് പറഞ്ഞാൽ അവൾ പാവപ്പെട്ട ഒരു സാധുവിന് ഭക്ഷണം കൊടുത്താൽ മതി എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഈ സലഫു സ്വാലിഹുകളുടെ അഭിപ്രായത്തിൽ പറഞ്ഞത്. അൻ ഇബ്നു ഉമർ, ഇബ്നു ഉമറിൽ നിന്ന് ഇമാം നാഫി ഉദ്ധരിക്കാണ്. അന്നൽ ഇംറഅതഹ സഅൽതു വഹിയ ഹുബ്ല, ഒരു ഗർഭിണിയായ പെണ്ണ് ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു. ഫഖാൽ, അവർ ചോദിച്ചു, പിന്നെ നോമ്പിനെ പറ്റിയിട്ട് അവർ ചോദിച്ചപ്പോൾ ഫഖാല, അവരുടെ നോമ്പിനെ പറ്റി അദ്ദേഹം വിശദീകരിച്ചു. അഫ്തിരി വഅത്ഇമി, നീ നോമ്പ് ഉപേക്ഷിക്കുക, പിന്നെ ഭക്ഷണം കൊടുക്കുക. അൻ കുല്ലി യൗമിൻ, എല്ലാ ദിവസവും. മിസ്കീനൻ, മിസ്കീങ്ങൾക്കായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക. വലാ തഖ്ളീ, നീ അത് ഖളാ വീട്ടേണ്ടതില്ല. ഇതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷാഫിഈ മദ്ഹബിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഗർഭിണി എടുത്ത് വീട്ടണം, മുലയൂട്ടുന്നവളെടുത്ത് വീട്ടണം എന്ന് ഷാഫിഈ മദ്ഹബിൽ അഭിപ്രായമുണ്ട്. പക്ഷേ സലഫുകളിൽ നിന്നുള്ള നിവേദനങ്ങളിൽ, ഇബ്നു അബ്ബാസാണ്, ഇബ്നു ഉമറുള്ളാനാണ്, വലിയ ആളുകളാണ്, അവരാണ് സലഫുകൾ. അവരിൽ നിന്നുള്ള നിവേദനങ്ങളിൽ നമ്മൾ കാണുന്നത് ഗർഭിണികളെ, അതുപോലെ മുലയൂട്ടുന്ന സ്ത്രീകളും അവർ ഏത് അവസ്ഥയിൽ വന്നാൽ ഖുർആൻ പറഞ്ഞ വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തു തുആമു മിസ്കീൻ, ഞെരുങ്ങിയിട്ടല്ലാതെ നോമ്പെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ വന്നാൽ. കാരണം ഒരു പെണ്ണ് ഗർഭിണിയാകുമ്പോൾ ഏകദേശം 1 കൊല്ലത്ത് നോമ്പ് പോയിട്ടുണ്ടാവും. മുലയൂട്ടുമ്പോൾ 2 കൊല്ലത്ത് നോമ്പ് പോയിട്ടുണ്ടാകും. ചിലപ്പോൾ വീണ്ടും ഗർഭിണിയാകുന്ന അവസ്ഥ വന്നാൽ കൊല്ലങ്ങളോളം നോമ്പുകൾ ഉണ്ടാകും. ആ നോമ്പ് അവൾ എടുത്ത് വീട്ടാൻ അവൾക്ക് തോന്നാണ്, ഞാൻ ഞെരുങ്ങിയിട്ടല്ലാതെ ഈ നോമ്പ് എടുത്ത് വീട്ടാൻ എനിക്ക് പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവൾക്ക് ഏത് സ്വീകരിച്ചാൽ മതി? ഒരു ദിവസത്തെ നോമ്പിന് ഒരു സാധുവിന്റെ ഭക്ഷണം ഫിദിയയായിട്ട് കൊടുത്താൽ മതി. അവൾ നോമ്പെടുത്ത് വീട്ടേണ്ടതില്ല. ഇത് പലപ്പോഴും നമ്മുടെ ഇടയിൽ പറയില്ല. എന്നിട്ട് ഗർഭിണികളായ മുലയൂട്ടുന്ന ആ കാലഘട്ടങ്ങൾ, ചിലപ്പോൾ 3ഉം 4ഉം പ്രസവമൊക്കെ കഴിഞ്ഞ സ്ത്രീകൾക്കാണെങ്കിലോ 10 വർഷത്തെയും 12 വർഷത്തെയും നോമ്പുകൾ ബാക്കിയുണ്ടാവും. അവരിട്ട് ആ നോമ്പെടുക്കയില്ല, അവരിട്ട് ഫിദിയ കൊടുക്കയില്ല. ഫിഖ്ഹിലെ ഏറ്റവും കഠിനമായത് മാത്രം പറയാം. ഇളവുകളെ പറ്റി സംസാരിക്കാതിരുന്നാൽ ജനങ്ങൾ രണ്ടും ചെയ്യാതിരിക്കും. അതുകൊണ്ട് ഏതെങ്കിലും സ്ത്രീകൾ ഗർഭിണികളായിട്ടോ പ്രസവവുമായി ബന്ധപ്പെട്ടോ നഷ്ടപ്പെട്ട നോമ്പ് എടുത്തു വീട്ടാനുള്ള ആഫിയത്ത് അവർക്കില്ല, കഴിയില്ല. വഅലല്ലദീന യുതീഖൂനഹു, അവർ ഞെരുങ്ങിയിട്ടല്ലാതെ അത് ചെയ്യാൻ അവർക്ക് പറ്റില്ലെങ്കിൽ ഫിദിയത്തുൻ തുആമു മിസ്കീൻ, അവരെന്ത് ചെയ്താൽ മതി? ഒരു മിസ്കീന്റെ ഭക്ഷണം, ഒരു നേരത്തെ ഭക്ഷണം കണക്കാക്കിയിട്ട് കൊടുത്താൽ മതി. ഒരു നേരം ഒരു പാവപ്പെട്ടവന് നമ്മുടെ നാട്ടിൽ ഭക്ഷണം കഴിക്കാൻ എത്ര രൂപ ചെലവ് വരും? കൂടി വന്നാൽ 50 രൂപ ചെലവ് വരും. 50 രൂപക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാം. എങ്കിൽ 30 നോമ്പ്, ഒരു മാസത്തെ നോമ്പ് 50 × 30 നമ്മൾ ഇട്ടാൽ 1500 രൂപ നമ്മൾക്ക് ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തെ റമളാന്റെ കടം വരും. ആ കടം പൈസയായിട്ട് കൊടുക്കരുത്. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് ത്വആം എന്നാണ് അല്ലാഹ് പ്രയോഗിച്ചത്. ഭക്ഷണമായിട്ട് കൊടുക്കണം. അത് അരിയായിട്ടോ അതല്ലെങ്കിൽ മറ്റുള്ള ഭക്ഷണ വിഭവങ്ങളായിട്ടോ വാങ്ങിയിട്ട് ആ പണത്തിനുള്ളത് വാങ്ങിയിട്ട് ഒരു സാധുവിന് കൊണ്ടുകൊടുക്കാം. ആ 30 ദിവസം ഒരു സാധുവിന് ഊട്ടാം, അല്ലെങ്കിൽ 30 സാധുക്കളെ ഒരു ദിവസം ഊട്ടാം. അത് നമുക്ക് ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ നോമ്പ് വീടും. വൃദ്ധരായ ആളുകൾ അതാണ് ചെയ്യേണ്ടത്. വയസ്സന്മാരായ വാപ്പക്കും ഉമ്മക്കും വേണ്ടി മക്കൾക്ക് വല്ല കൂലി വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയവും ഇതാണ്. അവരുടെ ഫിദിയ മക്കൾ കൊടുത്തു വീട്ടുക. അത് വലിയൊരു ബർക്കത്താണ്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ കടങ്ങളും വീട്ടി, എല്ലാ പ്രയാസങ്ങളും നീങ്ങി, അള്ളാഹുവിനെ സ്നേഹത്തോടെ, അള്ളാഹുവിനെ ഇഷ്ടത്തോടെ അവൻ ആരാധിക്കുന്ന, അവന്റെ കൽപ്പനകൾ കേൾക്കുന്ന വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ
ഖുത്തുബയിലും അതിൻ്റെ മുമ്പിലെ ഖുത്തുബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്ന ഒരു സഹോദരി, അവർ അസുഖമായ ഹോസ്പിറ്റലായിരുന്നു. കഴിഞ്ഞ ആഴ്ച അവർ കോമയിലാണ് എന്ന് വിവരം അറിയിച്ചു. അതിനുശേഷം അവർ മരണപ്പെട്ടു. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഒരു സഹോദരൻ, അദ്ദേഹത്തിന് അസുഖം പ്രയാസം ഉണ്ടായി. അതിനുശേഷവും ക്ഷീണത്തിൽ നിന്ന് മോചിതനാകാൻ പറ്റാത്ത പ്രയാസം അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു സഹോദരൻ്റെ സഹോദരി മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. വിശുദ്ധ റമളാനിൽ പ്രവേശിക്കാനും അള്ളാഹു ഇഷ്ടപ്പെട്ട നോമ്പുകാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാം അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിപ്പിച്ച് കൂട്ടുമാറാകട്ടെ. കുടുംബത്തോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ റമളാനെ സ്വീകരിക്കുകയും അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും പ്രതിഫലവും വാങ്ങുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ ഈ റമളാനിൽ നമ്മളെ അള്ളാഹു ചേർക്കുമാറാകട്ടെ. ഈ റമളാൻ നമ്മുടെ സ്വർഗത്തിൻ്റെ നിമിത്തമാക്കുമാറാകട്ടെ. ഈ റമളാൻ നമ്മുടെ ഏറ്റവും അനുഗ്രഹീത റമളാനാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള എല്ലാ ആളുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹമത്തും നൽകുമാറാകട്ടെ. ഈമാനോടെ ജീവിച്ച് ഈമാനോട് മരിച്ച നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മോട് സഹകരിച്ച, നമ്മോട് ചേർന്ന് നിന്ന, നമ്മുടെ പള്ളികളിലും നമ്മുടെ ജീവിതങ്ങളിലും നമ്മളെ സഹകരിച്ച എല്ലാ വിശ്വാസിനികൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറുകൾക്ക് വെളിച്ചവും അവരുടെ ഖബറുകൾക്ക് വിശാലതയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെയും അവരെയും സ്വർഗ്ഗത്തിൽ വെച്ച് കണ്ടുമുട്ടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.